نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا ويقول الإنسان أإذا ما مت لسوف أخرج حيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കുടുംബത്തിലും സന്താനങ്ങളിലും ഇടപാടുകളിലും കച്ചവടങ്ങളിലുമെല്ലാം അല്ലാഹു തആല അവന്റെ ബറക്കത്ത് ധാരാളമായി വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ 65, 66, 67 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാന കാര്യം അതിന്റെ വിശ്വാസമാണ്. ബാക്കിയെല്ലാം ആ വിശ്വാസാടിസ്ഥാനത്തിൽ മാത്രം സ്ഥാപിക്കപ്പെടേണ്ടുന്ന ഒന്നാകും. അടിത്തറയാണ് വിശ്വാസം. ആ അടിത്തറയിൽ പടുത്തുയർത്തപ്പെടുന്ന ചുമരുകളും മേൽക്കൂരകളുമായാണ് ഇതര കാര്യങ്ങളെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അടിത്തറ ഭദ്രമല്ലെങ്കിൽ അതിനു മുകളിലെ ഏത് നിർമ്മാണവും സ്ഥായിയായി നിലനിൽക്കില്ല. അടിത്തറ ഭദ്രമാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കേടുപാടുകൾ സംഭവിച്ചാലും ഒരുപക്ഷെ കുറച്ചു കാലമൊക്കെ അങ്ങനെ അത് നിലനിൽക്കാൻ സാധ്യത ഉണ്ട്. ഇസ്ലാമിൽ അടിത്തറ എന്നത് വിശ്വാസമാണ്, തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തെ അംഗീകരിക്കുക എന്നതാണ് തൗഹീദിന്റെ അടിസ്ഥാനമായി പറയാവുന്നത്.
റബ്ബിന്റെ ഏകത്വം എന്ന് പറയുമ്പോൾ ലോകത്തൊക്കെ അല്ലാഹുവേ എന്ന് വിശ്വസിക്കൽ മാത്രമല്ല, അല്ല ഏകനാണ് എന്നോ രണ്ടല്ല ഇല്ല എന്നോ വിശ്വസിച്ചുകൊണ്ട് മാത്രം ഒരാളുടെ വിശ്വാസം പൂർത്തിയാകുന്നില്ല. നേരെമറിച്ച് അല്ലാഹുവും റസൂലും റബ്ബിന്റെ ഏകത്വവുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറിഞ്ഞും അംഗീകരിച്ചും ഉൾക്കൊള്ളലാണ് ശരിയായ തൗഹീദ് എന്ന് അർത്ഥമാക്കുന്നത്. തൗഹീദ് എന്ന പദം തന്നെ വാഹിദ് എന്ന അറബി പദവുമായി ബന്ധപ്പെട്ടതാണ്. വാഹിദ് എന്നാൽ ഒന്ന് എന്നാണ്, തൗഹീദ് എന്നാൽ ഒന്നാക്കുക, ഏകമാക്കുക എന്നാണ്. റബ്ബിന്റെ അവകാശപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹു തആല ഏകനാണ് എന്ന് അംഗീകരിക്കുക, അതാണ് തൗഹീദിന്റെ മലയാളത്തിലൊരു വിവക്ഷ. വിശുദ്ധ ഖുർആനിൽ തൗഹീദ് എന്ന പേരിലായി അല്ലാഹു തആല അവതരിപ്പിച്ചു. അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായത്തിന്റെ മറ്റൊരു പേര് സൂറത്തുൽ തൗഹീദ് എന്നാണ്. റബ്ബിന്റെ ഏകത്വം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സൂറത്ത് മതി, അതിലുണ്ട് എല്ലാ അർത്ഥത്തിലുള്ള ഏകത്വം അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നാണ് ആ അധ്യായം ഉൾക്കൊള്ളുന്നത്. അഥവാ പറയുക പ്രവാചകരെ, ഖുൽ പറയണം, പഠിപ്പിക്കണം, ഹുവ കാര്യം അല്ലാഹു അഹദ് അല്ലാഹു തആല അഹദാകുന്നു എന്നാണ്. അഹദ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഏകൻ എന്നർത്ഥം വെക്കും. അഥവാ അഹദ് എന്ന വാക്കിന് കുറച്ചുകൂടെ വിശാലമായ അർത്ഥമാണ് അറബി പദത്തിൽ നൽകപ്പെടുന്നത്. തുല്യന്മാരില്ലാത്ത, പങ്കുകാരില്ലാത്ത, സമന്മാരില്ലാത്ത, എല്ലാത്തിലും ഏകനായവൻ, തുല്യതയില്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ് അഹദ് എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അഥവാ റഹ്മാനായ റബ്ബിന് മാത്രം അവകാശപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിലെല്ലാം അല്ലാഹു തആല അഹദാണ്, അവൻ ഏകനാണ്. റബ്ബിന്റെ നാമങ്ങളിൽ അല്ലാഹു അഹദാണ്, അവന്റെ പ്രവൃത്തികളിൽ അവൻ അഹദാണ്, അവന്റെ വിശേഷണങ്ങളിൽ അവൻ അഹദാണ്. അവന് മാത്രം അവകാശപ്പെട്ട ആരാധന, ആ ആരാധനക്ക് അർഹനാവുക എന്ന വിഷയത്തിലും അവൻ അഹദാണ്, ഏകനാണ്. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അതിന് വിഭിന്നമായി, വിരുദ്ധമായി എന്തെല്ലാം ഉണ്ടോ അതൊന്നും പടച്ച റബ്ബിന് ഉണ്ടായിക്കൂടാ എന്നർത്ഥം. അഥവാ അല്ലാഹു തആല മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന്റെ ഏകത്വം അത് പരിപൂർണമല്ല എന്നാണ്. അതുകൊണ്ടാണ് അടുത്ത വചനം അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദാണ് എന്നാണ്. സ്വമദ് എന്നാൽ ഒരാളെ ആശ്രയിക്കാത്തവൻ, എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവൻ, അതാണ് സ്വമദ് എന്ന് പറയുക. ആരെയും ആശ്രയിക്കുന്നില്ല, എല്ലാവരും ഇങ്ങോട്ട് ആശ്രയിക്കുന്നു, അവരാണ് അറബിയിൽ അസ്വമദ് എന്ന പദം ഉപയോഗിക്കാവുന്നത്. അല്ലാഹു അഹദാണ്, അവൻ സ്വമദാണ്. അവരൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഒന്നിനെയും ആശ്രയിച്ചുകൊണ്ടല്ല, ഒന്നിനെയും സഹായത്തോടെയല്ല അല്ലാഹു തആല നിലകൊള്ളുന്നത്. എന്നാൽ ബാക്കിയെല്ലാം പടച്ച റബ്ബിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു പരിചയപ്പെടുത്തി, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ് ഇൻ യശാ യുൽഹിബുകും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അല്ലയോ മനുഷ്യരേ, യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരേ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം പടച്ച റബ്ബിനെ ആശ്രയിക്കുന്നവരാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹുവാണ് ഗനിയ്യ്, അവനാണ് ധന്യനായിട്ടുള്ളവൻ. ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത, ആരെയും ആശ്രയിക്കാത്ത ഗനിയ്യായവൻ അല്ലാഹുവാണ്. നമ്മളെല്ലാം ഫഖീറാണ്, ആവശ്യക്കാരാണ്, ആശ്രയിക്കുന്നവരാണ് എന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. അതോടൊപ്പം അവൻ പിതാവാകാൻ പറ്റില്ല, അവൻ മകനാകാൻ പറ്റില്ല. അതെല്ലാം ഉണ്ടെങ്കിൽ ഏകത്വം എന്നത് യാഥാർത്ഥ്യമാകുന്നില്ല. അതുകൊണ്ടാണ് ലം യലിദ് വലം യൂലദ്, ഒരാളുടെ മകനായി ജനിച്ചിട്ടില്ല, ഒരാൾക്ക് മകനായി ജന്മം നൽകിയിട്ടുമില്ലാത്തവനാണ് അല്ലാഹു തആല. മകനുണ്ടാവുക, പിതാവുണ്ടാവുക, മാതാവുണ്ടാവുക, ഇണയുണ്ടാവുക,
ഉണ്ടാവുക എന്നതൊക്കെ എല്ലാ അർത്ഥത്തിലും ഏകത്വത്തിന് വിരുദ്ധമാണ്. അല്ലാഹു തആലക്ക് മക്കളില്ല, അവന് മാതാപിതാക്കളില്ല, അവന് ഇണയില്ല, തുല്യന്മാരില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. ഒരർത്ഥത്തിലും അല്ലാഹു തുല്യമാകുന്ന ആരുമില്ല. റഹ്മാന്റെ പേരുകൾ പോലെ പേരുള്ളവരില്ല, അവൻ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുന്നവരില്ല, അവൻ കാണും പോലെ കാണുന്നവരില്ല, അവന്റെ വിശേഷണങ്ങൾ പോലെ വിശേഷണമുള്ളവരില്ല, അവന്റെ സത്ത പോലെ സത്തയുള്ളവരില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. ഈ ഒരു ആശയത്തിൽ പടച്ച റബ്ബിനെ, അവന്റെ ഏകത്വത്തെ അംഗീകരിക്കുമ്പോഴാണ് അവൻ തൗഹീദ് പൂർത്തിയാകുന്നത്, ശരിയാകുന്നത്. അത് സൗകര്യത്തിന് വേണ്ടി പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി ഇതിനെ 3 വശങ്ങളായി പരിചയപ്പെടുത്തി. തൗഹീദിന്റെ 3 ഇനങ്ങൾ, വിഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 3 വശങ്ങളിൽ അവന്റെ വിശ്വാസം ശരിയാവണം, എന്നാലേ തൗഹീദ് പൂർത്തിയാകുമെന്നാണ്. ഒന്നാമത് തൗഹീദ് റുബൂബിയ്യ, അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിൽ ഏകത്വം, അഥവാ അവൻ റബ്ബാവുക, സൃഷ്ടാവാവുക, ജീവിപ്പിക്കുന്നവനാവുക, മരിപ്പിക്കുന്നവനാവുക, അന്നദാതാവാവുക, ഉടമസ്ഥനാവുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അല്ലാഹു തആലയുടെ ഏകത്വത്തെ അംഗീകരിക്കുക. സൃഷ്ടിപ്പിൽ റബ്ബിന്റെ കൂടെ ആർക്കും പങ്കില്ല. ഒരാൾ റബ്ബിനോട് അതിൽ പങ്കുചേർന്നിട്ടില്ല. അല്ലാഹു മാത്രമാണ് സൃഷ്ടികർത്താവ്. അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ, സൂറത്തുൽ റഅദിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാത്തിന്റെയും ഖാലിഖ് അല്ലാഹുവാണ്. അല്ലാഹു അല്ലാത്ത എന്തെല്ലാം ലോകത്തുണ്ടോ അത് മുഴുവത്തിന്റെയും ഖാലിഖ്, എല്ലാത്തിന്റെയും സൃഷ്ടാവ് അല്ലാഹുവാണെന്ന് അല്ലാഹു പറഞ്ഞു. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹുവിൽ പങ്കുചേർത്ത മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പോലും അല്ലാഹു തആല പറഞ്ഞത് അവരും അംഗീകരിച്ച കാര്യമാണ്. ഈ വിശേഷം അല്ലാഹു തആലക്ക് പങ്കുകാരില്ല എന്ന് അവരും അംഗീകരിച്ചിരുന്നുവെന്നാണ്. ആരാണ് നിങ്ങൾ സൃഷ്ടിച്ചത് എന്ന് അവിടെ ചോദിച്ചാൽ അവിടെ മറുപടി അല്ലാഹുവാണെന്ന് അവർ പറയുന്നു എന്ന് അല്ലാഹു തആല ഖുർആനിൽ ധാരാളങ്ങളായി അൻകബൂത്തിലും സുഖ്റഫിലും വ്യത്യസ്തമായ അധ്യായങ്ങളായി അല്ലാഹു തആല ആ കാര്യം പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതായാലും റുബൂബിയ്യത്ത്, റബ്ബാവുക എന്ന വിഷയത്തിൽ അല്ലാഹു ഏകനാണ്. സൃഷ്ടിപ്പിൽ അല്ലാഹുവിന്റെ കൂടെ ആർക്കും പങ്കില്ല. അതേപോലെ സംരക്ഷണത്തിൽ, അന്നം നൽകുന്നതിൽ, ഏത് കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ ഒന്നിനും അല്ലാഹു തആലക്ക് ഒരു പങ്കുകാരനുമില്ല, തുല്യമാകുന്ന ആരുമില്ല. അല്ലാഹു അതിൽ ഏകനാണ് എന്ന് അംഗീകരിക്കലാണ് തൗഹീദ് റുബൂബിയ്യ. അത് അംഗീകരിച്ചാൽ മാത്രം തൗഹീദ് പൂർണ്ണമാകുമോ? ഇല്ല, തൗഹീദിന്റെ ഒരു ഭാഗം മാത്രമാണ് പൂർണ്ണമാകുന്നത്. ലോകത്തുള്ള ബഹുദൈവ ആരാധകന്മാരിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ വിഷയത്തിൽ റഹ്മാന്റെ ഏകത്വത്തെ അംഗീകരിച്ചവർ തന്നെയാണ്. നബിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണല്ലോ, അല്ലാഹുവിന്റെ അടിമ എന്നാണ് അർത്ഥം. ആരാണ് പേരിട്ടത്? നബിതങ്ങൾ നൽകിയ പേരില്ലാന്ന് ഉറപ്പല്ലേ? നബിതങ്ങൾ ജനിക്കും മുമ്പേ പിതാവ് മരണപ്പെട്ടു പോയി എങ്കിൽ ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ വരുന്നതിന് മുമ്പേ തന്നെ അബ്ബ എന്ന മക്കൾക്ക് പേരിടുന്ന സമ്പ്രദായം ആ കാലത്ത് ഉണ്ടായിരുന്നുവെന്നാണല്ലോ അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായ ധാരാളം സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. നബിതങ്ങൾക്ക് ആദ്യമായി വഹയി കിട്ടി, പേടിച്ച് വിറച്ച് പരിപാലിച്ച് വീട്ടിലേക്ക് ഓടി വന്നു, എന്നെ മൂടിപ്പുറക്കുവന്നു ഭാര്യയോട് ആവശ്യപ്പെടുന്ന രംഗം ഹദീസിൽ പിന്നീട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. പുറച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഓടി വരുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അവര് പുറച്ചും കൂടി കൊടുത്ത് സമാധാനിപ്പിക്കുന്നതാണ് ചരിത്രങ്ങളിൽ, ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ വിശ്വാസിയായിട്ടില്ലല്ലോ, അന്ന് നബിയിൽ ഒരാൾ വിശ്വസിച്ചിട്ടില്ലല്ലോ, ദഅവത്ത് ആരംഭിച്ചിട്ടില്ലല്ലോ. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ നൽകുന്ന സമാധാന വാക്കായി കാണാം, വല്ലാഹി ലൻ യുഖ്സിക അല്ലാഹു അബദ, പടച്ചറപ്പാണ് സത്യം, അല്ലാഹു നിങ്ങളെ കൈയൊഴിയുകയില്ല, നിങ്ങൾ സഹായിക്കുന്നത് ചെയ്യും. കാരണം ഇന്നക ലതസ്ലു റഹിമ, നിശ്ചയമായും താങ്കൾ കുടുംബബന്ധങ്ങളെ ചേർക്കുന്നവരാണ്. തസ്ബിൽ മഅദൂമ, ഇല്ലാത്തവർക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കി കൊടുക്കുന്ന ആളാണ് താങ്കൾ. വതുഇ ളൈഫ, അതിഥിയെ സൽക്കരിക്കുന്നവരാണ് താങ്കൾ. വതുഈനു അലാ നവാഇബിൽ ഹഖ്, ഹഖിന്റെ എല്ലാ വഴികളെയും സഹായിക്കുന്നവരാണ് താങ്കൾ. വതഹമിലുൽ കല്ല, മറ്റുള്ള ആളുകളുടെ ഭാരങ്ങളെ ഏറ്റി
ഏറ്റെടുക്കുന്ന ആളാണ് താങ്കൾ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാഹു കൈയൊഴിയുകയില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ വിശ്വാസിയായിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബ്രഹത്തും സംഘവും യമനിൽ നിന്ന് കഅബ പൊളിക്കാൻ വേണ്ടി വന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫീലിൽ പരിചയപ്പെടുത്തിയല്ലോ. അബ്രഹത്ത് എന്ന മുസ്ലിം രാജാവ് യമനിൽ ഒരു കഅബയെ പണിതു. ആളുകളെല്ലാം മക്കയിലേക്ക് പോകുന്ന കഅബയിലേക്ക് അത് അവസാനിപ്പിക്കണം, എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ എന്ന അർത്ഥത്തിൽ യമനിൽ ഒരു കഅബയെ നിർമ്മിച്ചു. പക്ഷെ ഒരാളും വരുന്നില്ല, ഹജ്ജിനായി ഉംറക്കായി ആരും വരുന്നില്ല. ഐശം കൊണ്ട് അബ്രഹത്ത് ഒരു വലിയ ആനപ്പടയുമായി മക്ക ലക്ഷ്യമാക്കി പുറപ്പെടുകയും അവിടെ വന്ന കഅബയെ തകർക്കാനുള്ള ശ്രമങ്ങളുമായി വരികയും ചെയ്തു വന്നത് ചരിത്രമാണ്, ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്. അബ്രഹത്ത് വരികയും അങ്ങനെ അബ്ദുൽ മുത്തലിബ് വിവരമറിഞ്ഞു. അന്ന് അബ്ദുൽ മുത്തലിബാണ് ഖുറൈശി പ്രമുഖൻ. അബ്ദുൽ മുത്തലിബ് പ്രവാചകന്റെ പിതൃവ്യനാണ്, വല്യപ്പയാണ്. ആ അബ്ദുൽ മുത്തലിബാണ് അന്ന് കഅബയുടെ എല്ലാ തരത്തിലുമുള്ള കാരണവർ, അതിന്റെ കസ്റ്റോഡിയൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം അറിഞ്ഞു ഇവർ കഅബ പൊളിക്കാൻ വന്നിട്ടുണ്ട് എന്നാണ്. അവർ വന്ന് മക്കയുടെ സമീപത്ത് എത്തുകയും അവരെ തമ്പടിക്കുകയും അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അബ്ദുൽ മുത്തലിബ് അടക്കം ഖുറൈശികളെല്ലാം മലമുകളിൽ കയറി അഭയം തേടി. കാരണം ആനപ്പടയെ അവർക്ക് പരിചയമില്ല. ഈ ആനകൾ വന്നപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. ജീവിതത്തിൽ ഒരു ആനയെ കണ്ടു പരിചയം അവർക്കില്ല, എതിരിടാൻ കഴിയുന്നില്ല. അവർ ഒന്നിച്ച് മലമുകളിൽ കയറി അഭയം തേടുകയാണ് ചെയ്തത്. അപ്പോഴാണ് അറിഞ്ഞത് ഈ സംഘം അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകക്കൂട്ടങ്ങളെ കൊള്ളയടിച്ചിട്ടുണ്ട് എന്നറിയുകയും അബ്ദുൽ മുത്തലിബ് ആളെ പറഞ്ഞയച്ചു, എന്റെ ഒട്ടകങ്ങളെ വിട്ടുതരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിഹാസപൂർവ്വം പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് എന്ന ആളെ കുറിച്ച് ഞങ്ങളുടെ നാട്ടിലെ വരെ വലിയ പേരാണ്, ഇവിടെ വന്നപ്പോഴും നിങ്ങളെ കുറിച്ച് നല്ല മതിപ്പാണ് കേൾക്കാൻ ഇടയായി. പക്ഷേ സംസാരിച്ചപ്പോൾ എല്ലാ മതിപ്പും നഷ്ടമായി പോയി. കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഅബയെ ലക്ഷ്യമാക്കിയ ഞങ്ങൾ വന്നത്. നിങ്ങളാവട്ടെ ആ കഅബയുടെ കാര്യമല്ല പറയുന്നത്, ഒട്ടകത്തിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് കഅബയേക്കാൾ വലുത് നിങ്ങളെ ഒട്ടകമാണ് എന്ന് പരിഹാസ രൂപത്തിൽ അബ്രഹത്ത് പറഞ്ഞേക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ പ്രതികരണമുണ്ട്, ഒട്ടകം എന്റേതാണ്, അതെനിക്ക് വേണം. കഅബ അല്ലാഹുവിന്റേതാണ്, അത് അവൻ നോക്കിക്കൊള്ളും, അത് എന്നെ അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. റബ്ബിന്റെ ഭവനമാണ് ആ റബ്ബ്. ഇന്നലിൽ ബൈത്തി റബ്ബൻ സയംനഉഹു, ആ കഅബക്ക് ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവ് തന്നെ അത് സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് അബ്ദുൽ മുത്തലിബ് പ്രഖ്യാപിക്കുകയും അത് പിന്നീട് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. നമുക്കറിയാമല്ലോ അല്ലാഹു തആല ബാബിൽ അയക്കുകയും ആനസംഘത്തെ തകർത്തെറിയുകയും ചെയ്തത്. അഥവാ മക്കയിലുള്ള ജാഹിലിയ്യക്കാലത്തെ അവിശ്വാസികൾക്ക് പോലും റഹ്മാനായ റബ്ബിനെ കുറിച്ച് സത്താവായ സംരക്ഷിക്കുന്നവനായ എല്ലാം നിയന്ത്രിക്കുന്നവനായ ഒരു അല്ലാഹുവിനെ അവരും അംഗീകരിച്ചു പോന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം അവരാരും മുസ്ലിമായിട്ടില്ല. തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം റുബൂബിയ്യത്ത്, റബ്ബാവുക, ഖാലിഖാവുക, മാലിക്കാവുക, മുദബ്ബിറാവുക, മുഹീയാവുക, മുനീത്താവുക എന്നീ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ഏകനാണ്, അതിൽ ആർക്കും പങ്കില്ല, അവൻ മാത്രമാണ് അതെല്ലാം ചെയ്യുകയെന്ന് അംഗീകരിക്കാൻ വിശ്വസിക്കലുമാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം തൗഹീദുൽ ഉലൂഹിയ്യ, ഇലാഹാവുക എന്ന വിഷയത്തിൽ അല്ലാഹു ഏകനാണ്. ആരാധനയ്ക്ക് അർഹനായി മാറുക, ഇബാദത്തിന് അർഹതയുണ്ടാവുക, പ്രാർത്ഥിക്കപ്പെടാൻ, നേർച്ച വേളപ്പെടുവാൻ, സത്യം ചെയ്യപ്പെടുവാൻ, നിസ്കരിക്കപ്പെടുവാൻ, മറ്റ് ആരാധനാ മുറകളെല്ലാം അർപ്പിക്കപ്പെടുവാനുള്ള യോഗ്യത, അർഹത അല്ലാഹു തആലക്ക് മാത്രമേയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹുമില്ല. ഇലാഹാവാൻ യോഗ്യതയുള്ള ആരും തന്നെ ഇല്ല. ഇലാഹുകൾ ലോകത്തെമ്പാടുമുണ്ട്. സൂര്യൻ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്, ചന്ദ്രൻ ആരാധിക്കുന്നവരുണ്ട്, തീയിലെയും കാറ്റിലെയും മരങ്ങളെയും മലകളെയും അതേപോലെ സമുദ്രത്തെയും മറ്റു വ്യത്യസ്തങ്ങളായ ശക്തികളെയും ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. മനുഷ്യനെ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്, പോത്തിനെ ആരാധിക്കുന്നവരുണ്ട്, എലിയെ പൂജിക്കുന്നവരുണ്ട്, ഇങ്ങനെ തുടങ്ങി പലതിനെയും ആരാധിക്കുന്ന പലരുമുണ്ട്. മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവയൊന്നും ആരാധ്യരല്ല, അവയൊന്നും ആരാധനക്ക് അർഹരായവരല്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ശരിയായ മഅബൂദ്, ശരിയായ അർത്ഥത്തിൽ ആരാധിക്കാൻ യോഗ്യതയുള്ളവൻ അല്ലാഹു തആല മാത്രമാണ് എന്ന് അംഗീകരിക്കുകയും എല്ലാ ആരാധനകളും അവന് മാത്രം സമർപ്പിക്കുകയും ചെയ്യുക, അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന്. അവിടെയാണ് മക്കയിലെ അവിശ്വാസികൾ പ്രവാചകരുമായി ശത്രുക്കളായി മാറിയത്. എല്ലാ അമ്പിയാക്കളെയും അനുയായികൾ ആ അമ്പിയാക്കളെ തള്ളിക്കളഞ്ഞത് ആ ഒരു വിഷയത്തിലായിരുന്നു. അല്ലാഹു തആല പരിചയപ്പെടുത്തി, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദഊന മിൻ ദൂനിഹി ഹുവൽ ബാതിൽ.
സൂറത്തുൽ ഹജ്ജിലെ 62ാമത്തെ വചനം. അല്ലാഹു തആല അവനാണ് അൽ ഹഖ്, ഹഖായിട്ടുള്ളവൻ അല്ലാഹുവാകുന്നു. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ ആരോടെല്ലാം അവർ തേടുന്നുവോ, ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവയൊക്കെ തന്നെയും ഹുവൽ ബാത്തിലു, അതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്. ഹഖായിട്ടുള്ളവൻ അല്ലാഹു തആല മാത്രം. പടച്ചറപ്പല്ലാത്ത ആരോടൊക്കെ തേടുന്നുണ്ടോ, ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അത് മുഴുവനും ബാത്തിലാണ്, നിരർത്ഥകമാണ് എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. അല്ലാഹു തആല പരിചയപ്പെടുത്തിയല്ലോ, റഹ്മാനായ റബ്ബിലേക്ക് നിഷ്കളങ്കമായി ഋജുമനസ്കരായി റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനെ മാത്രം ആരാധിക്കാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇബാദത്ത് അല്ലാഹുവിനാണ്. വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു, ഇന്ന റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു, വിധിച്ചിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാ തഅബ്ദു, നിങ്ങൾ ഇബാദത്ത് എടുക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല. ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ ആരാധിക്കുന്നത് എന്ന് നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നുവെന്നാണ് സൂറത്തുൽ ഇസ്രായിലെ 23ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. എല്ലാ ദിവസവും ഓതുന്ന ഫാത്തിഹ സൂറയിൽ നമ്മളൊക്കെ ആവർത്തിച്ച് ഇത് പ്രതിജ്ഞയായി അല്ലാഹു പ്രഖ്യാപിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി അർത്ഥിക്കുന്നുവെന്ന് തൗഹീദുൽ ഉലൂഹിയ്യ അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഇബാദത്തിലെ ഏകത്വം എന്നതാണ് തൗഹീദിന്റെ മുഖ്യമായ മർമ്മം. വ ഇലാഹുകും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹു തആല ബഖറയിൽ പരിചയപ്പെടുത്തി, വ ഇലാഹുകും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്. ലാ ഇലാഹ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. അർ റഹ്മാനുർ റഹീം, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു തആല നബിയോട് പറയുകയാണ്, ഫഅലം, നബിയെ താങ്കൾ അറിയണം, താങ്കൾ മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു ലാ ഇലാഹ ഇല്ല എന്നതാണ് കാര്യം, താങ്കൾ അറിയണമെന്നാണ് സൂറത്തുൽ മുഹമ്മദിൽ 19ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. മക്കയിലെ മുശ്രിക്കുകളെ അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ആ മുശ്രിക്കുകളുടെ സ്വഭാവം, ഇന്നഹും തീർച്ചയായും അവർ കാനൂ അവരായിരുന്നു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ല, ആരാധന അല്ലാഹുവിന് മാത്രം എന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ യസ്തക്ബിറൂന, അവർ അഹങ്കാരം നടിക്കുമായിരുന്നു. വയഖൂലൂൻ, അവർ ചോദിക്കും, ഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ, ഒരു ഭ്രാന്തനായ ഒരു കവിയുടെ വാക്കിന് വേണ്ടി നമ്മുടെ ആരാധന്മാരെ നമ്മൾ ഒഴിവാക്കണമെന്നാണ് ഈ പറയുന്നത് എന്നവർ ചോദിക്കുമായിരുന്നു. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. സൂറത്തുൽ 5ാമത്തെ വചനമാണ്. എല്ലാ ആരാധനയും കൂടെ ഒറ്റ ആരാധനാക്കുകയോ അത് വല്ലാത്ത അത്ഭുതം തന്നെ എന്നവർ അത്ഭുതം കൂടിയെന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. അവർക്ക് ഒരുപാട് ആരാധന്മാരുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ നജ്മിൽ പറഞ്ഞു, അഫറഅയ്തുൽ ലാത വൽ ഉസ്സ വമനാത الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى. അവർക്കുള്ള ആരാധനമാരാണ് ലാത്തയും ഉസ്സയും മനാത്തയും അടക്കമുള്ള ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടാക്കി വെച്ച പ്രതിമകൾ, വലിയ വലിയ വൃക്ഷങ്ങൾ, വലിയ പാറകൾ, ഇതെല്ലാം അവർ മഹാന്മാർ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചുകൊണ്ട് മഹാനിലേക്ക് ചേർത്തി പറഞ്ഞ് ആ മഹാൻ എന്ന കല്ലാണ്, ഈ മഹാൻ വിസ്മരിച്ച മരമാണ്, ആ മഹാന്റെ പാദസ്പർശനമേറ്റ പാറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും സ്ഥാപിച്ചെടുത്ത് അവർ അല്ലാഹു പറയുന്നു, ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും. ഇതൊക്കെ ചില പേരുകൾ മാത്രം, നിങ്ങൾ പേരിട്ട പേര്, നിങ്ങളെ പിതാക്കന്മാരിട്ട പേര് എന്നല്ലാതെ മറ്റെന്താണ്. നിങ്ങളങ്ങ് പേരിടുക, ഇത് ലാത്തയാണ്, അത് ഉസ്സയാണ്, ഇത് മനാത്തയാണ്, ഇത് ബഹുമാനപ്പെട്ടതാണ്, ഇത് വലിയ മഹത്വമുള്ളതാണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കുക. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുമിട്ട പേര് എന്നല്ലാതെ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹു തആല അതിനൊന്നും യാതൊരു തെളിവും ഇറക്കിയിട്ടില്ല. ഇൻ യത്തബിഊന ഇല്ലൽ ദന്ന വമാ തഹുവൽ അൻഫുസ്, ചില ഊഹാപോഹങ്ങളെ മാത്രമാണ് അവർ പിൻപറ്റുന്നത്, ദേഹേച്ഛയെ മാത്രമാണ് അവർ പിൻപറ്റുന്നത്. കുറെ കഥകൾ, കെട്ടുകഥകൾ, ഊഹാപോഹങ്ങൾ, കുറെ കിരാക്കഥകൾ അവിടെങ്ങനെ കേട്ടു, ഇവിടെങ്ങനെ പറഞ്ഞു, അവിടെങ്ങനെ പറയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കഥയുണ്ടാക്കിയിട്ടാണ് ഓരോന്നിനും മഹത്വം കൽപ്പിച്ചപ്പെടുന്നത് തന്നെയാണ്. ഇതൊക്കെ അവിടെ രീതി അന്നതായിരുന്നുവെങ്കിൽ അത് എല്ലാ കാലത്തും ഉണ്ടാകുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഈ ഒരു വശത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇലാഹിലെ ഇബാദത്തിലെ ഏകത്വം അല്ലാഹു തആലക്ക് മാത്രമാണ് എന്ന തൗഹീദുൽ ഉലൂഹിയ്യ അത് അടിസ്ഥാനമായി പഠിപ്പിക്കുകയും ചെയ്തു. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ചതും ആ ആശയം തന്നെയാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. സൂറത്തുൽ നഹ്ലിലെ 36-ാമത്തെ വചനമാണ്. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട്. അൻ ഇഅ്ബുദുല്ലാഹ അല്ലാഹുവിനെ ആരാധിക്കണേ എന്ന് പറയുവാനായി, വജ്തനിബുത് ത്വാഗൂത്ത് അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതെല്ലാം ഉണ്ടോ അതിനെയെല്ലാം നിങ്ങൾ ഒഴിവാക്കണം, എല്ലാം വെടിയണം എന്ന് പഠിപ്പിക്കുവാനായി എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ അന ഫഅബ്ദൂൻ. സൂറത്ത് അംബിയായിലെ 25-ാമത്തെ വചനമാണ്. പ്രവാചകൻ താങ്കൾക്ക് മുമ്പ് നാം അയച്ച ഏതൊക്കെ റസൂലുമാരുണ്ടോ അവർക്കെല്ലാം നാം നൽകിയ പ്രധാനപ്പെട്ട വഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനായി മറ്റാരുമില്ല. ഫഅബ്ദൂൻ, അതായത് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണേ എന്ന് പഠിപ്പിച്ചുകൊണ്ടല്ലാതെ വഹി കൊണ്ടല്ലാതെ ഒറ്റ റസൂലിനെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു പറയുന്നു. ഇങ്ങനെ ധാരാളം ആയത്തുകൾ അല്ലാഹു തആല ഈ ആശയം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് തൗഹീദുൽ റുബൂബിയ്യത്താണെങ്കിൽ രണ്ടാമത്തെ തൗഹീദുൽ ഉലൂഹിയ്യത്ത്, ഇലാഹാവുക, ആരാധനാവുക എന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുക. അത് രണ്ടുമാകുമ്പോൾ തൗഹീദിന്റെ രണ്ടു ഭാഗം പൂർത്തിയായി. മൂന്നാമത്തെ ഭാഗം അവരുടെ നാമഗുണ വിശേഷങ്ങൾ അസ്മാ വസിഫാത്ത് അതിലും നമ്മൾ ഏകനാണ് എന്ന് അംഗീകരിക്കലാണ്. ഇത് മൂന്നും പൂർത്തിയാകുമ്പോഴാണ് ഒരാളുടെ റബ്ബിലുള്ള വിശ്വാസം ശരിയായി എന്ന് പറയാൻ കഴിയുക. അതല്ലാതെ ലോകത്തൊറ്റ അള്ളയുള്ളൂ, വേറെ അള്ളയൊന്നുമില്ല, ഒരു സൃഷ്ടാവേയുള്ളൂ, വേറെ സൃഷ്ടാക്കളില്ല എന്ന് അംഗീകരിച്ചാൽ മാത്രം ഒരാളുടെ വിശ്വാസം ശരിയാകുമെങ്കിൽ നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷ മനുഷ്യന്മാരും ആ വിശ്വാസമുള്ളവർ തന്നെയാണ്. അത് പോരാ, അതിനപ്പുറത്തേക്ക് റബ്ബിനെ കുറിച്ച് അല്ലാഹു പഠിപ്പിച്ച, റസൂൽ പഠിപ്പിച്ച എന്തെല്ലാം വിശ്വാസ കാര്യങ്ങളുണ്ടോ അതെല്ലാം അംഗീകരിച്ച് വിശ്വസിക്കുന്നതാണ് അടിസ്ഥാനം. ആ നിലയ്ക്ക് നമ്മുടെ ഈമാൻ ശരിയാക്കി എടുക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാർ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചു തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തൗഹീദിലെ മൂന്നാമത്തെ ഇനം എന്നത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നാണ് പണ്ഡിതന്മാർ അതിനെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളുമുള്ള ഏകത്വം എന്നാണ്. അല്ലാഹുവിന്റെ നാമങ്ങളുണ്ട്, അവന്റെ വിശേഷണങ്ങളുണ്ട്. നാമങ്ങൾക്കാണ് അസ്മാ ഇസ്മ എന്ന് പറയുന്നത്, വിശേഷണങ്ങളാണ് സിഫത്ത് സിഫാത്ത് എന്ന് പരിചയപ്പെടുത്തുന്നത്. റബ്ബിന്റെ നാമങ്ങളെല്ലാം ഏറ്റവും നല്ല നാമങ്ങളാണ്. അസ്മാഉൽ ഹുസ്ന, ഏറ്റവും മികച്ച, ഏറ്റവും മെച്ചപ്പെട്ട നാമങ്ങളാണ് റബ്ബിന്റെ നാമങ്ങൾ. അതിന് വിശേഷങ്ങൾ മുഴുവനും അസ്സിഫാത്തുൽ ഉലാ, അത്യുന്നതമായ വിശേഷങ്ങളുമാണ്. ഒരു പോരായ്മയുമില്ലാത്ത എല്ലാത്തിനും പരിപൂർണമായ നാമങ്ങളും വിശേഷങ്ങളും ഉടയവനാണ് അല്ലാഹു തആല. റബ്ബിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. എല്ലാ നാമത്തിലും ഒരു വിശേഷണം ഉണ്ടാകും, എല്ലാ സ്ഥലത്തിലും ഒരു നാമം ഉണ്ടാകണം എന്നില്ല. റബ്ബിന് ഒരു നാമമുണ്ടെന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂലിന് മാത്രമേ അവകാശമുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അല്ലാഹു റസൂലും എന്ത് പറഞ്ഞോ അത് അംഗീകരിക്കലാണ് നമ്മുടെ ബാധ്യത. നമ്മുടെ അല്ലാഹുവിനെ പേരിട്ട് കൊടുക്കുക അവകാശമില്ല. നമ്മൾ നമുക്ക് പേരിടാറുണ്ട്, മക്കൾക്ക് പേരിടാറുണ്ട്, സ്ഥലത്ത് പേരിടാറുണ്ട്. എന്നാൽ അല്ലാഹുവിന് പേരിടാൻ നമുക്ക് അവകാശമില്ല. കാരണം അല്ലാഹുവിന്റെ പേരിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടതാണ്. ആ പേര് നിശ്ചയിക്കാൻ അല്ലാഹുവിന് മാത്രമേ അവകാശമുള്ളൂ, അധികാരമുള്ളൂ. അതുകൊണ്ട് റബ്ബിന്റെ പേരാണ് ഇത് എന്ന് അല്ലാഹ് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം, റസൂല് പറഞ്ഞാൽ അത് അംഗീകരിക്കാം. അല്ലാഹു റസൂലും പറയാത്ത പേര് അല്ലാഹുക്ക് പറയാൻ നമുക്ക് അവകാശമില്ല. അവന്റെ പേരുകളെല്ലാം വിശേഷണം ഉൾക്കൊള്ളുന്നു. ഉദാഹരണമായി റഹ്മാൻ അവന്റെ നാമമാണ്, റഹീം മറ്റൊരു നാമമാണ്, കാരുണ്യവാൻ എന്നാണ് നേരർത്ഥം. അതിന്റെ വിശേഷണമാണ് റഹ്മത്ത്, കാരുണ്യം. കാരുണ്യം അല്ലാഹുവിന്റെ വിശേഷണമാണ്. കാരുണ്യമുള്ളവൻ അത് അവന്റെ പേരാണ്.
അലീം അറിവുള്ളവൻ അവന്റെ പേരാണ്. അറിവ് ഇൽമ് അവന്റെ വിശേഷണമാണ്. ബസീർ എല്ലാം കാണുന്നവൻ അതൊരു പേരാണ്. എന്നാൽ കാഴ്ച അവന്റെ വിശേഷണമാണ്. കേൾക്കുന്നവൻ സമീഅ് അവന്റെ പേരാണ്. സംഅ് കേൾവി അവന്റെ വിശേഷണമാണ്. ഇങ്ങനെ എല്ലാ പേരിലും ഒരു വിശേഷണമുണ്ടാകും. അല്ലാഹു മാലിക്കാണ്, അതിന്റെ വിശേഷണമാണ് മുൽക്ക്. അല്ലാഹു തആല റഊഫാണ്, അതിന്റെ വിശേഷണമാണ് റഅഫത്ത്. അല്ലാഹു വദൂദാണ്, അതിന്റെ വിശേഷണമാണ് വുദ്. ഇങ്ങനെ തുടങ്ങി റഹ്മാൻ റബ്ബിന്റെ ഏത് നാമമെടുത്താലും ആ നാമങ്ങളെല്ലാം വിശേഷണം ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ വിശേഷത്തിൽ നിന്ന് പേരുണ്ടാക്കാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹുക്ക് വിശേഷങ്ങൾ പലതും ആ വിശേഷണം വെച്ചുകൊണ്ട് അല്ലാഹുക്ക് ഒരു പേര് അത് പറയാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹു തആല പറഞ്ഞു, കൃഷികളെ അല്ലാഹുവാണ് ഉത്പാദിപ്പിക്കുന്നവൻ. പ്രയോഗമാണ് നിങ്ങൾ ഇറക്കുന്ന കൃഷി നിങ്ങൾ ആലോചിച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അത് കൃഷി ഉണ്ടാക്കുന്നവർ, അതിൽ നാമാണോ ആ കൃഷി കൊണ്ടുവരുന്നവർ? അല്ലാഹുവാണ്. ആ അടിസ്ഥാനത്തിൽ അല്ലാഹു കർഷകൻ ഇതിൽ പേര് നമുക്കിടാൻ പറ്റില്ല. അല്ലെ പേരുണ്ടെങ്കിൽ അല്ലാഹ് പറയണം, റസൂൽ പറയണം. അല്ലാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ പോലും അല്ലാഹുവോട് യോജിക്കുന്ന ആരുമില്ല. സൂറത്ത് മർയമിലെ വചനം തൗഹീദിന്റെ ഈ 3 വശങ്ങളെയും ഒന്നിച്ചു പറഞ്ഞ ആയത്താണ്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ഇബാദതി ഹൽ തഅലമു ലഹു സമീയ. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹ് പരിചയപ്പെടുത്തി. റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്, രക്ഷിതാവാണ്. വമാ ബൈനഹുമാ, അതിനിടയിലുള്ള എല്ലാത്തിന്റെയും രക്ഷിതാവാണ്. അതാ റുബൂബിയ്യത്ത്. സൃഷ്ടാവാവുക, രക്ഷിതാവാവുക, നിയന്താവാവുക, മുദബ്ബിറാവുക, മാലിക്കാവുക, മുഹീയാവുക, മുനീത്താവുക, റാസിഖാവുക, ഇതൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നു. എല്ലാത്തിനും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അന്നം നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ അതാ റബ്ബ്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനിടയിലുള്ളതിന്റെയും എല്ലാം റബ്ബാണ്. ഫഅബ്ദുഹു, അതായത് നീ അവനെ ആരാധിക്കണം. വസ്തബിർ ഇബാദതിഹി, അവനുള്ള ഇബാദത്തിൽ നീ ക്ഷമ അവലംബിക്കണം. അത് തൗഹീദുൽ ഉലൂഹിയ്യ, ആരാധനയിൽ അല്ലാഹുവിന്റെ ഏകത്വം, അവനെ മാത്രം ആരാധിക്കുക. ഹൽ തഅലമു ലഹു സമീയ, റഹ്മാൻ റബ്ബിനോട് പേരൊത്തവനെ നിനക്കറിയുമോ? പേരിൽ പോലും മുക്കുന്നവരില്ല. അല്ലാഹുവിന്റെ പേര് പോലെ ഒരാൾക്കും പേരില്ല. അവന്റെ വിശേഷണം പോലെ ഒരാൾക്കും വിശേഷണമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു ഏകനാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, തുല്യനായി ഒരാളും തന്നെ ഇല്ല. എല്ലാത്തിനും അല്ലാഹു ഏകനാണ്. അവന്റെ പേരിൽ പോലും ഒക്കുന്ന ആരും. നമ്മൾ പലർക്കും റഹീം എന്ന് പേര് പറയുന്നുണ്ടാവാം, അസീസ്, റഊഫ്, ലത്തീഫ് എന്നൊക്കെ പേരുണ്ടാകാം. പക്ഷേ ആ പദം ഉപയോഗിച്ചുകൊണ്ടല്ലാതെ അല്ലാഹു തആലയുടെ ലത്തീഫും നമ്മൾ ഉപയോഗിക്കുന്ന ലത്തീഫും തമ്മിൽ യാതൊരു സാദൃശ്യവുമില്ല. അവന്റെ കാരുണ്യവും നമ്മുടെ കാരുണ്യവും യാതൊരു സാദൃശ്യവുമില്ല. അല്ലാഹുവിന്റെ ദയയും നമ്മുടെ ദയയും യാതൊരു സാദൃശ്യവുമില്ല. അവന്റെ അറിവും നമ്മുടെ അറിവും, അവന്റെ കാഴ്ച നമ്മുടെ കാഴ്ചയും, അവന്റെ കേൾവി നമ്മുടെ കേൾവിയും യാതൊരു സാദൃശ്യവുമില്ല. അതാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. സൂറത്തുൽ ശൂറയിൽ അല്ലാഹ് പറഞ്ഞു, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അവനെ പോലെ യാതൊന്നുമില്ല. ലൈസ കമിസ്ലിഹി, അവനെ പോലെ ഇല്ല. ശൈഉൻ, യാതൊന്നുമില്ല. അവൻ സമീആണ്, അവൻ ബസീറാണ്, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. എന്നാൽ അവനെ പോലെ ഒന്നുമില്ല, ആരുമില്ല. അതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹുവിന്റെ പേരുകൾ അല്ലാഹുവിന് മാത്രം, അവന്റെ വിശേഷണങ്ങൾ അവന്റെ മാത്രം. അല്ലാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്, നമുക്കറിയില്ല എത്രയാണ് എന്ന്, ഏതെല്ലാമാണ്. ആ നാമങ്ങളിൽ 99 നാമങ്ങൾ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ 99 നാമങ്ങൾ അത് ഹൃദിസ്ഥമാക്കിയാൽ, അത് കാണാതെ പഠിച്ചാൽ, ആ ആശയം ഉൾക്കൊണ്ടാൽ, ആ നാമം അടിസ്ഥാനമാക്കി റബ്ബിനെ മനസ്സിലാക്കിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്ന് നബി തങ്ങൾ പറഞ്ഞു. റബ്ബിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, അതാരാണോ ഇഹ്സാ ചെയ്യുന്നത്, തൃപ്തിപ്പെടുത്തുന്നത്, എങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. അത് അല്ലാഹുവിന്റെ പേരുകളിൽ 99 പേരുള്ള പ്രത്യേകതയാണ്. ആ പേരുകൾ ഒരാൾ ഹിഫ്ള് ചെയ്താൽ, അത് കാണാതെ പഠിച്ചാൽ, അതിന്റെ ആശയം മനസ്സിലാക്കിയാൽ, ആ നിലക്ക് ഉൾക്കൊണ്ടാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അതൊരു കാരണമായി മാറും. 99 പേരേ ഉള്ളൂ എന്നല്ല, ഈ പറയപ്പെട്ട ഓഫർ ആ 99 പേരുകൾക്കാണ്.
അതല്ലാത്ത പേരുകൾ എമ്പാടുമുണ്ട്. നബി ഞങ്ങൾ പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ സമ്മൈത ബിഹി നഫ്സക. അല്ലാഹുവേ, നിനക്കുള്ള ഏതൊക്കെ പേരുണ്ടോ ആ മുഴുവൻ പേരും വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക. നിനക്കുള്ള എല്ലാ നാമങ്ങളും നീ നിനക്ക് വെച്ച മുഴുവൻ നാമങ്ങളും വെച്ച് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലെങ്കിൽ നിന്റെ കിതാബിൽ നീ ഇറക്കിയ ഏതെല്ലാം പേരുണ്ടോ അതെല്ലാം വെച്ച് ഞാൻ ചോദിക്കുന്നു. അതുമല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും അടിമകൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത ഏതൊക്കെ പേരുണ്ടോ അതെല്ലാം വെച്ച് ഞാൻ ചോദിക്കുന്നു. ഒരുപക്ഷെ ഖുർആനിൽ ഹദീസിൽ പഠിപ്പിക്കാത്ത അല്ലാഹുവിന്റെ പേര് മൂസാ നബിക്കോ ഈസാ നബിക്കോ ഇബ്രാഹിം നബിക്കോ ഒക്കെ അല്ലാഹു അറിയിച്ചിട്ടുണ്ടാകാമല്ലോ, ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. അതാണ് നിന്റെ അടിമകളിൽ ഏതെങ്കിലും അടിമക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത നിന്റെ പേരുകൾ ഏതൊക്കെ ഉണ്ടോ അതെല്ലാം മുന്നേ ഞാൻ എന്നോട് ചോദിക്കുന്നു. ഇനി അതുമല്ലെങ്കിൽ ഒരാൾക്കും അറിയിച്ചു കൊടുക്കാതെ നിനക്ക് മാത്രം അറിയാവുന്ന അതിശയാളത്തിൽ നീ മാറ്റിവെച്ച നിനക്ക് മാത്രം അറിയാവുന്ന നിന്റെ ഏതെല്ലാം പേരുണ്ടോ ആ പേരെല്ലാം മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു എന്ന് നബി ഞങ്ങളെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ അല്ലാഹു കണക്കില്ലാത്ത നാമങ്ങളുണ്ട്. ആ നാമങ്ങളെല്ലാം അൽ അസ്മാഉൽ ഹുസ്ന, അതെല്ലാം ഏറ്റവും മികച്ച ഏറ്റവും മെച്ചപ്പെട്ട നാമങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു പറഞ്ഞുവല്ലോ, ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അല്ലാഹു നാമങ്ങളാണ്. അല്ലാഹു മലിക്കാണ്, ഖുദ്ദൂസാണ്, സലാമാണ്, മുഅ്മിനാണ്, മുഹൈമിനാണ്, അസീസാണ്, ജബ്ബാറാണ്, മുതകബ്ബിറാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു ഖാലിഖാണ്, അവൻ ബാരിആണ്, അവൻ മുസവ്വിറാണ്, ലഹുൽ അസ്മാഉൽ ഹുസ്ന. അവൻ ഏറ്റവും മികച്ച നാമങ്ങളാണ് റബ്ബിനുള്ളത്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദി വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു അസീസാണ്, അല്ലാഹു ഹകീമാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം വചനങ്ങളിൽ അവന്റെ ധാരാളം നാമങ്ങളെ പരിചയപ്പെടുത്തി. ഹദീസുകളിൽ റബ്ബിന്റെ പേരുകൾ ധാരാളമായി പരിചയപ്പെടുത്തി. ഹിജ്റ 400 ജീവിച്ച ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അൽ അസ്മാഉ വസ്സിഫാത്ത് എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതി. അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷങ്ങളും പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ബൃഹത്തായ ഗ്രന്ഥം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി. ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് കിതാബുൽ തൗഹീദ് വ ഇസ്ബാത്ത് സിഫാത്ത് റബ്ബി അസ്സ വജല്ല, അല്ലാഹുവിന്റെ സിഫത്തുകളെ സ്ഥാപിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കിതാബ് എഴുതി. ധാരാളം പണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ റബ്ബിന്റെ നാമങ്ങളും വിശേഷങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം എന്ന് എഴുതിയവരുണ്ട്. ആ നിലയ്ക്ക് അല്ലാഹുവിനെ അറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഏകത്വം, റുബൂബിയ്യത്തിലും ഉലൂഹിയ്യത്തിലും അസ്മാഉ സിഫാത്തിലുമുള്ള അവന്റെ ഏകത്വത്തെ പ്രമാണങ്ങൾ എങ്ങനെ പരിചയപ്പെടുത്തിയോ, ഖുർആനും ഹദീസും എങ്ങനെ പരിചയപ്പെടുത്തിയോ ആ നിലയ്ക്ക് അറിയുക, അംഗീകരിക്കുക, അതുപ്രകാരം വിശ്വസിക്കുക. അതാണ് തൗഹീദിന്റെ പൂർണ്ണത. ഈ വിഭജനങ്ങളും സാങ്കേതികമായ ശബ്ദങ്ങളും പദങ്ങളും മനസ്സിലായിട്ടില്ല എങ്കിലും ശരി, പടച്ച റബ്ബിനെ ആ നിലയ്ക്ക് അറിഞ്ഞ് ഉൾക്കൊള്ളുമ്പോഴാണ് തൗഹീദ് ശരിയാവുക. അല്ലാഹുവിനെ വിശ്വസിക്കുകയും കണ്ണിൽ കാണുന്ന എവിടെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തൗഹീദ് വിരുദ്ധമാണ്. അല്ലാഹുവിനെ പറ്റി വിശ്വാസമുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷേ ലോകമൊത്തം നിയന്ത്രിക്കുന്ന ലോകമൊത്തം നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പേരാണ് പറയുന്നത് എങ്കിൽ ആ തൗഹീദിന് എന്ത് പ്രസക്തിയുണ്ട്? പ്രയാസങ്ങൾ വന്നാൽ, രോഗങ്ങൾ വന്നാൽ, കട്ടപ്പാട് വന്നാൽ ഓടുന്നത് പടപ്പിലേക്കാണ് എങ്കിൽ, ദർഗയിലേക്കാണ് എങ്കിൽ, ഏതെങ്കിലും ആളുകളിൽ നിന്ന് അതിനുള്ള പരിഹാരമാണ് ചെല്ലുന്നത് എങ്കിൽ പിന്നെ ആ തൗഹീദ് എന്തർത്ഥമാണ്? അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ ഏകത്വത്തെ അറിഞ്ഞംഗീകരിക്കുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം നീ അറിയണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് നീ അറിയണമെന്ന് അല്ലാഹു തആല നബിയോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞുവെങ്കിൽ നമ്മോട് കൂടിയാണ് ആ കൽപ്പന. ആ നിലയ്ക്ക് റബ്ബിനെ അറിയാൻ, അംഗീകരിക്കാൻ നാം പരിശ്രമിക്കുക, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുക, വിശ്വാസം പഠിക്കുക, ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കി റബ്ബിന്റെ നാമഗുണ വിശേഷങ്ങൾ, പ്രവൃത്തികൾ, സത്ത എല്ലാവുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ, ഈമാൻ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാൻ നാം
പരിശ്രമിക്കുക, നമ്മുടെ വിശ്വാസം ശരിയാക്കുക, അല്ലാഹുവിൽ ആത്മാർത്ഥമായി വിശ്വസിച്ച് റബ്ബിൽ തവക്കുലാക്കി ശരിയായ മുഅ്മിനായി മുവഹിദായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് വഖാദിൽ ഹാജാത്. റബ്ബനാ اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.